ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹായ് റിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പ്രതാപൻ്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ഇന്ന് ആ ഒരു കോടതിയിൽ ഉയർന്നു കേട്ട രണ്ട് ശബ്ദങ്ങൾ. ഒന്ന്, ഒരു നിക്ഷേപകൻ്റെ അഡ്വക്കേറ്റും രണ്ടാമതായിട്ട് EDയുടെ അഡ്വക്കേറ്റുമാണ്. എൻ്റെ ഒരു സംശയം ഇതാണ്, എന്തുകൊണ്ട് പ്രതാപൻ്റെ വക്കീൽ അവിടെ മിണ്ടിയില്ല എന്ന്. ഇത് ഇന്ന് ഹൈറിച്ചിൻ്റെ ഗ്രൂപ്പുകളിലാകെ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ്. എന്തുകൊണ്ട് ഹൈറിച്ചിൻ്റെ വക്കീൽ ഇന്ന് അവിടെ സൈലൻ്റായി എന്നുള്ളത്. കഴിഞ്ഞ 15-ാം തീയതി ഘോരം വാദിച്ചിരുന്ന വക്കീൽ എന്തുകൊണ്ട് ഇന്ന് സൈലൻ്റായി? 15-ാം തീയതിയിൽ നിന്ന് 21-ാം തീയതി ആവുമ്പോൾ വക്കീൽ തന്നെ ഹാജരായോ എന്നറിയില്ല. എന്താണ് ഇതിന് പിന്നിൽ? ആരാണ് ഇതിന് പിന്നിൽ? പ്രതാപൻ പുറത്തിറങ്ങുന്നത് ഭയക്കുന്നത് ഏതൊക്കെ ലീഡർമാരാണ്? പ്രതാപൻ പുറത്തിറങ്ങരുത് എന്ന് ചിന്തിക്കുന്നത് ചില ലീഡർമാരുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ പ്രതാപൻ ഉള്ളിടത്തോളം കാലം, കഴിഞ്ഞ ജൂലൈ 5-നാണ് പ്രതാപനെ ED അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് വരെ കുറച്ചു പേരെങ്കിലും പ്രതാപൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലെങ്കിലും ഉണ്ടായിരുന്നു. അതിനു മുന്നേ വിട്ടുപോയിരുന്നത് 2-3 ആൾക്കാർ മാത്രമാണ്. ജിനിൽ ജോസഫ്, സമീർ ആൽത്തറ, അതുപോലെയുള്ള ആൾക്കാർ മാത്രമാണ് വിട്ടുപോയതെങ്കിൽ ഇന്ന് എല്ലാവരും വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതാപൻ എന്ന വ്യക്തി തിരിച്ചു വരുന്നത് ഈ വിട്ടുപോയ ലീഡർമാർക്കൊക്കെ അലോസരമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും കാലം അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കിടക്കണോ അത്രയും കാലം അവിടെ കിടക്കട്ടെ എന്നുള്ള ചില ചിന്താഗതി ലീഡർമാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വേറൊരു കാരണം കൂടിയുണ്ട്, അത് പിന്നീട് പറയാം. ചില ലീഡർമാർ നമ്മോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ്. അത് ഇവരുടെ അടുത്ത ലെവലിൽ ഉള്ള പ്ലാനാണ്. ഇത് ജാമ്യം കഴിഞ്ഞതിന് ശേഷം ഉള്ള പ്ലാനാണ്. എന്തായാലും ശ്രീനയുടെയൊക്കെ പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എങ്കിലും ചില പ്ലാൻ ബികളൊക്കെ ഇവരുടെക്ക് ഉണ്ട് എന്നാണ് ഈ ലീഡർ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയാറുണ്ട്, ചെവിയിൽ മന്ത്രിച്ചത് പുരപ്പുറം കേൾക്കുമെന്ന് ബൈബിളിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള കാര്യമാണ്. ഇവരുടെ എല്ലാ തട്ടിപ്പുകളും ഇപ്പോൾ ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ദീപികയിൽ ഇവരുടെ കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്ന കാര്യങ്ങൾ അതേപോലെ അച്ചടിച്ച് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ ലീഡർമാരെ പറയാതിരുന്ന കാര്യങ്ങൾ ഇന്ന് ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ ലീഡർമാർ, ഈ തട്ടിപ്പിനെ എതിർക്കുന്ന ആൾക്കാർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്താണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ നടന്ന ബോണ്ടിൻ്റെ കാര്യങ്ങളും അവിടെ നടന്ന സർക്കുലറിനെ തള്ളിപ്പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കുകയാണ്. ഇവർ പറയുന്നു, ഇത് വെബ്സൈറ്റ്, നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന വെബ്സൈറ്റ് ഇവരുടേതല്ല എന്നാണ് ഇവർ പറയുന്നത്. ഓരോ നിക്ഷേപകരുടെ തന്നെ ലോഗിൻ ചെയ്ത് അവരുടെ ബോണ്ടുകൾ RBIയുടെ അനുമതിയില്ലാതെ ഇവരിറക്കിയിരിക്കുന്ന ബോണ്ടുകൾ പ്രദർശിപ്പിച്ചപ്പോൾ ഇവർ പറയുന്നു ഈ വെബ്സൈറ്റ് നമ്മുടേതല്ല. ഇവരുടെ വെബ്സൈറ്റ് ഉണ്ടാക്കിയ, ഇവർക്ക് വേണ്ടി ആപ്പുകൾ ഉണ്ടാക്കിയ, ഇവർക്ക് വേണ്ടി പല മാറ്റങ്ങളും വരുത്തിയ, കേസ് വന്നതിന് ശേഷം പല മാറ്റങ്ങളും വരുത്തി കൊടുത്ത ആൾക്കാർ
തന്നെ വന്നിട്ട് വെബ്സൈറ്റ് തുറന്ന് കാണിച്ചപ്പോൾ ഇവർ പറയുന്നു ഇത് നമ്മുടെ വെബ്സൈറ്റ് അല്ല എന്ന്. അതുപോലെ തന്നെ സർക്കുലറുകൾ ഇവരുടെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തതാണെന്ന് പോലീസ് പറയുന്നു. പക്ഷെങ്കിൽ ഇവർ പറയുന്നു ഇതൊക്കെ ഫേക്കാണ്, ഇതൊക്കെ വേറെ ഏതോ ശത്രുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനങ്ങളൊന്നും കണ്ടില്ല. എന്താ വിട്ടുപോയോ? നിങ്ങളോട് പറയുന്നു മറ്റൊന്നും കേൾക്കരുത്, മറ്റൊന്നും കാണരുത്, മറ്റു ഗ്രൂപ്പുകളിലൊന്നും നിൽക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, മറ്റൊന്നും ചിന്തിക്കേണ്ട. ഇനി വിധി എന്തായാലും നമ്മൾ ഒന്നിച്ച് നിൽക്കുമെന്നാണ് പറയുന്നത്. വിധി എന്തോ ആവാൻ വേണ്ടിയിട്ടല്ല ഇവരൊക്കെ ഒന്നിച്ചിരിക്കുന്നത്, അവരുടെ പണം തിരികെ കിട്ടാനാണ്. കമ്പനി തിരിച്ചു വരാനോ അല്ലെങ്കിൽ വീണ്ടും മണി ചേഞ്ച് ചെയ്യാനോ അല്ല ഇവരൊക്കെ നിങ്ങളുടെ പറയുന്നത് പോലെ അനുസരിച്ച് വായും കൂടിക്കെട്ടി അഡ്മിൻ ഗ്രൂപ്പുകളിലും അഡ്മിൻ ഓൺലി ഗ്രൂപ്പുകളിലും മറ്റു ഗ്രൂപ്പുകളിലും നിങ്ങൾ പറയുന്നത് പോലെ ആൾക്കാരെ ചീത്ത വിളിക്കാനും, നിങ്ങൾ പറയുമ്പോൾ 100 രൂപയും 150 രൂപയും 500 രൂപയും 2000 രൂപയും ഒക്കെ അയക്കുന്നത് ഈ കമ്പനി തിരിച്ചു വരാനല്ല, അവർക്ക് നഷ്ടപ്പെട്ട പണം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് FIR ഇട്ടവരുടെയും അവസ്ഥ. ഈ കേസ് സെഷൻ കോർട്ടിൽ അവസാനിച്ചു കഴിഞ്ഞാൽ പണം അവർക്ക് ലഭിക്കൂ എന്നുള്ളതാണ് കേസുമായി മുന്നോട്ട് പോയവർക്ക് അവരോട് പറയാനുള്ളത്. എപ്പോഴാണോ പെർമനന്റ് അറ്റാച്ച്മെന്റ് ആകുന്നത് അതിനുശേഷം ക്ലെയിം പെറ്റീഷൻ ആരൊക്കെ ഇട്ടിട്ടുണ്ടോ അവർക്ക് പണം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇനിയും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇവർ കോടതിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾ നടന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് മാക്സിമം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പറയുക, തുറന്നു പറയുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പണം ലഭിക്കാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങൾ പറയുക എന്നാണ്. നിങ്ങൾക്കൊക്കെ മനുഷ്യത്വം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ 1 വർഷം മുമ്പേ പൂട്ടിപ്പോയ കമ്പനി വീണ്ടും തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ളത് സ്വപ്നത്തിൽ മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് കാണാനിടയായി. അതിൻ്റെ വിധി ഇന്നലെയാണ് വന്നിരിക്കുന്നത്. 13-ാം തീയതി നടന്ന കേസാണ്. അതിൽ വിധി ഷൈജിത്ത് ജോസി എന്ന് പറയുന്ന ഇവരുടെ വാടക മുതലാളി, ഇവരുടെ വാടക കെട്ടിടത്തിൻ്റെ മുതലാളി കേസ് കൊടുത്തിരിക്കുന്നു. ഇവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്നും എനിക്ക് വേറെ ആൾക്കാർക്ക് ആ സ്ഥാപനം കൊടുക്കണമെന്നും പറഞ്ഞിട്ട് കേസിന് പോയിരിക്കുകയാണ്. അത് അദ്ദേഹം ഇതേ കേസ് ജില്ലാ കോടതിയിലും കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അവിടെ നടപടിയാകുന്നില്ല, വേഗത കുറവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഹൈക്കോടതിയിലും പോയിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞത് 1 മാസത്തിനിടയ്ക്ക് അത് തീരുമാനമാക്കണമെന്ന്. 4 ആഴ്ചയിലേക്ക് അതിൽ തീരുമാനം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അവിടെ ഒരു ബോർഡെങ്കിലും ഉണ്ട്, ഹൈറിച്ചി എന്നുള്ള ഒരു ബോർഡെങ്കിലും ഉണ്ട്. 4 ആഴ്ചയ്ക്ക് ശേഷം ആ ബോർഡ് അവിടെ കാണില്ല എന്നുള്ളതാണ്. 4 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ആ സ്ഥാപനം മറ്റൊരാൾക്ക് കരാർ എഴുതി കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ വെറും ചുരുങ്ങിയ ദിവസം മാത്രമേ നിങ്ങൾക്ക് ആ ബോർഡെങ്കിലും അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഷൈജിത്ത് ജോസ് കൊടുത്തിരിക്കുന്ന കേസിലെ ജഡ്ജിമെന്റ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പനിയും ഇല്ല, കമ്പനിയുടെ ബോർഡും ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേങ്കിൽ എന്നാലും നിങ്ങൾ പറയും അടുത്ത ഞായറാഴ്ച പൂളിംഗം വരുമെന്ന് നിങ്ങൾ പറയും. 5 ലക്ഷം ഇട്ട് കഴിഞ്ഞ ആൾക്ക് 2 വർഷത്തിന് ശേഷം 55 ലക്ഷം കിട്ടുന്ന മാജിക്ക് ഇവിടെ തുറന്നു വരുമെന്ന് നിങ്ങൾ പറയും. ബൈ.